ക്ഷേത്രസന്നിധിയിൽ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു? നമ്മൾ ആ 18-ാം പടി ഒരുങ്ങി ആവുന്നത് കാണാനുള്ള ഒരു കാത്തിരിപ്പിലാണ്. പൂജ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ഇപ്പോഴും വലിയ തിരക്ക് എങ്ങനെയാണ്? ഭക്തരെ എവിടെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നു ഇപ്പോൾ നിലവിൽ? ശബരിമല സന്നിധാനത്ത് ഇപ്പോൾ മകരവിളക്ക് ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് നടക്കുന്നത്. അത് മറ്റൊന്നുമല്ല, സംക്രമ പൂജയാണ്. നേരത്തെ 3 മണിക്ക് തന്നെ ഈ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം ആരംഭിച്ചിരുന്നു. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് പ്രത്യേകം കൊടുത്തയച്ച ആ തേങ്ങയിൽ നിന്നുള്ള നെയ്യ് അത് പാത്രത്തിലാക്കി അത് ശബരിമല സന്നിധാനത്തേക്ക് ഉള്ളിലേക്ക്, ശ്രീകോവിലിനുള്ളിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ തന്ത്രിയും മേൽശാന്തിയും ഒക്കെ സന്നിധാനത്ത് ശ്രീകോവിലിനുള്ളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ മകരസംക്രമ പൂജ 3:08 സംക്രമം നടക്കുന്നത്. ആ സമയം തൊട്ടാണ് മകരസംക്രമ പൂജ ആരംഭിക്കുന്നത്. ഇപ്പോൾ മകരസംക്രമ പൂജ സന്നിധാനത്ത് പുരോഗമിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്ക് കടന്നു കഴിഞ്ഞു. ശ്രീകോവിലിന് മുന്നിൽ തൊഴുകൈകളോടെ ഭക്തരെന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ അയ്യപ്പസ്വാമിയെ നിയോഗിക്കപ്പെട്ട സന്നിധാനത്തെ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഒക്കെയാണ് തൽക്കാലം ഈ മകരസംക്രമ പൂജ കാണാൻ ഇന്നത്തെ ദിവസം ഇങ്ങനൊരു സമയത്തായതുകൊണ്ട് സാധാരണ മറ്റ് സമയങ്ങളിലൊക്കെ ഭക്തർ വരുന്ന സമയത്ത് തന്നെയാണ്. ഇതിപ്പോൾ മകരവിളക്കിന് മുൻപ് ഈ തിരുവാഭരണം വരുന്നതിന് മുമ്പ് ചില നിയന്ത്രണങ്ങൾ സന്നിധാനത്തുണ്ട്. ആ നിയന്ത്രണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഭക്തർക്കൊന്നും സന്നിധാനത്തേക്ക് കടന്നു വരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ മകരസംക്രമ പൂജ കാണാൻ കഴിയാതെ പോകുന്നത്. അല്ലെങ്കിൽ അവർക്ക് ആ മകരസംക്രമ പൂജയുടെ സമയത്ത് ദർശന സൗകര്യം ചില ദിവസങ്ങളിലൊക്കെ, ഓരോ സമയത്തും സംക്രമ പൂജ പല സമയങ്ങളിലാകാം. ചില സമയങ്ങളിൽ പുലർച്ചെയൊക്കെ നടന്നിട്ടുണ്ട്, അർദ്ധരാത്രിയിൽ നടന്നിട്ടുണ്ട്, ചിലപ്പോൾ രാവിലെ നടക്കാറുണ്ട്. ഇന്നിപ്പോൾ വൈകിട്ട് 3 മണിക്കാണ്. ഇന്ന് ധനു 30 ശരിക്കും പറഞ്ഞാൽ. ധനു 30 മകരസംക്രമം നടക്കുന്നത്, വൈകുന്നേരം 3:08. അപ്പോൾ നാളെയാണ് മകരം 1. സാധാരണ ദിവസം മകരം 1 മകരവിളക്ക് മഹോത്സവം നടക്കുന്നത്. അപ്പോൾ ഇന്ന് സംക്രമം ഇന്ന് വൈകിട്ട് 3 മണിക്കായതുകൊണ്ടാണ് ഇന്ന് തന്നെ മകരവിളക്ക് ഉത്സവവും കൂടി നടക്കുന്നത്. ഏതായാലും മകരസംക്രമ പൂജ നടക്കുന്ന ഉടനെ തന്നെ സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര കൂടി കടന്നു വന്നുകൊണ്ട് ആ മഹാപ്രഭുവിന് ആ പന്തളത്ത് അരജൻ കൊടുത്തുവിടുന്ന ആ തിരുവാഭരണം അണിയിച്ചുള്ള ദീപാരാധന അതിന് പിന്നാലെ നടക്കും എന്നുള്ളത് ഇന്നത്തെ ദിവസം ഒരു മഹാഭാഗ്യമാണ്. കാരണം കൂടുതൽ ചൈതന്യവത്താകുന്നു ആ ബിംബം, മഹാ അയ്യപ്പസ്വാമിയുടെ ബിംബം എന്നുള്ളത്. ഏതായാലും ശബരിമല സന്നിധാനത്ത് മകരസംക്രമ പൂജകൾ പുരോഗമിക്കുകയാണല്ലേ കണക്ഷൻ? അന്തസ്വാമി, ഇനിയൊരു 3 മണിക്കൂർ എങ്ങനെ കടന്നു പോകുന്നതാണ് എൻ്റെ ചിന്ത. കാര്യം ഈ 3 മണിക്കൂറിനുള്ളിൽ തിരുവാഭരണ വേടകം വരണം, അതിനുശേഷം ശ്രീകോവിൽ നട അടയ്ക്കണം, പിന്നീട് തിരുവാഭരണം ചാർത്തിച്ച് അയ്യന്റെ ആ ആഭരണം ചാർത്തിയുള്ള ദീപാരാധന നടക്കുന്ന സമയത്ത് പൊന്നമ്പലമേട്ടിൽ ആ മകരവിളക്ക് തെളിയിക്കുന്ന ആ ദൃശ്യം കാണാൻ വേണ്ടി ആ കിഴക്കൻ ചക്രവാളത്തിൽ ആ മകരനക്ഷത്രം ഉദിച്ചുയരുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. ഓരോ ഭക്തന്മാരും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെയൊക്കെ മനസ്സിൽ നമുക്കൊക്കെ ഇപ്പോഴും ഈ റിപ്പോർട്ടിംഗ് സമയത്ത് പോലും നമുക്ക് ആ ശ്രീകോവിലിന് മുന്നിൽ പോയി നിൽക്കണമെന്നുള്ളൊരു ആഗ്രഹമാണ് നമ്മുടെ മനസ്സിലൊക്കെ ഉള്ളത്. കാര്യം അത് എല്ലാവർക്കും ഉള്ളത്. ഇപ്പോൾ പോലീസ് അയ്യപ്പന്മാർക്ക് കിട്ടിയൊരു ഭാഗ്യം, അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥർക്ക് കിട്ടിയ ഭാഗ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം താഴെ തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥന്മാരുണ്ട്, മറ്റുള്ള പല സ്ഥലങ്ങളിലെ പോലീസ് അയ്യപ്പന്മാരുണ്ട്. അവർക്കൊന്നും കിട്ടാത്ത ഒരു ഭാഗ്യമാണ്. വളരെ ചുരുക്കം ആൾക്കാർ.